സർ, കേരള രാഷ്ട്രീയത്തിലെ ഏറെക്കാലമായി ചർച്ച ചെയ്യുന്ന CMRL എക്സാലോജിക് കേസ്, ഈ കേസ് ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇത്രയും നാൾ നമ്മൾ വളരെ എല്ലാ ദിവസവും നോർമലായിട്ട് കണ്ടുകൊണ്ടിരുന്ന ന്യൂസ് പോലെ ഇതിനെ കണ്ടു. പക്ഷെ പെട്ടെന്നാണ് ഇത് ഭയങ്കര ഒരു ചേഞ്ച് ഇതിലേക്ക് വരികയാണ്. വീണ വിജയൻ്റെ ഡയറിയിൽ 20.05 കോടി രൂപയുടെ സാമ്പത്തിക ഇടപാടിൻ്റെ വിവരങ്ങൾ കണ്ടു. 85 ലക്ഷത്തോളം രൂപ ദുബായിലേക്ക് അയച്ചിട്ടുണ്ടെന്ന് കണ്ടു. റിയാസും വീണ വിജയൻ്റെ ഹസ്ബൻഡ് റിയാസിലേക്ക് അന്വേഷണം വ്യാപിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തോട്ട് മൊത്തത്തിൽ ഇത് ഒരു ഫെമ എന്നല്ലേ ആ ഒരു കേസ്, ഹവാല ഇടപാട്, അതിലേക്ക് ഈ കേസ് പോവോ അതോ NIA ഏറ്റെടുക്കുമോ ഈ കേസ്? നമുക്ക് മലയാളികൾക്ക് ഈ വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നുള്ള വാക്കൊക്കെ നമ്മൾ പലപ്പോഴും എടുത്ത് ഉപയോഗിക്കും. ഈ ഒരു കുടുംബവുമായി ബന്ധപ്പെട്ട് ശ്രീ പിണറായി വിജയൻ എന്ന മുൻ മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി വരുന്ന ഓരോ വാർത്തയും മലയാളിയെ ഞെട്ടിക്കുന്നതും മലയാളികൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തതുമായ വാർത്തകളാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് വെറും വാർത്തകൾ എന്ന് പറഞ്ഞ് അത് കൂടുതൽ നാൾ കൊണ്ടുപോകാൻ ഒക്കില്ല. എല്ലാത്തിനും തെളിവുകളുള്ള കാലമാണ്. തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രം വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താ? കരിമണൽ കർത്തായുമായി ബന്ധപ്പെട്ട് ഈ മാസപ്പടി, അവിടെ മാസപ്പടി എന്നുള്ളൊരു വാക്ക് മലയാളികൾ ആദ്യമായി കേൾക്കുന്നത് 2008 ഒരു കല്ലുവാതുക്കൽ മദ്യദുരന്തമുണ്ടായി. മണിച്ചൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹമായിരുന്നു ഈ മദ്യം വിറ്റത്. ഹൈറുന്നിസ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് അത് കല്ലുവാതുക്കലിൽ വിറ്റത്. അവർ ജയിലിലായി. അവർ ജയിലിൽ കിടന്ന് തന്നെ മരണപ്പെട്ടു പോവുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഡയറി വീട് പരിശോധിച്ചപ്പോഴാണ് ഒരു ഡയറി കിട്ടി. ആ ഡയറിക്കകത്ത് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുടെയൊക്കെ പേര് പച്ചയായിട്ട് എഴുതി വെച്ച് ഓരോരുത്തർക്കും കൊടുത്തിട്ടുള്ള രൂപയൊക്കെ എഴുതി വെച്ചു. അത് പക്ഷേ നമ്മൾക്ക് രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് രൂപ കൊടുക്കും. അത് തെരഞ്ഞെടുപ്പിനാകാം. അപ്പോൾ ഉദ്യോഗസ്ഥന് രൂപ കൊടുത്താൽ അത് കൈക്കൂലിയാണ്. രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് സംഭാവന കൊടുത്തതാണ്. സംഭാവന കൊടുത്തയാണെങ്കിൽ ഇങ്ങനെ എഴുതിയല്ല വെക്കേണ്ടത്, രസീതാണ് വാങ്ങിച്ചു വെക്കേണ്ടത്. അത് മറ്റൊരു കാര്യം. അപ്പൊ അതെന്തുമായിക്കൊള്ളട്ടെ, അന്നോട്ടാണ് ഈ മാസപ്പടി എന്നുള്ള ഒരു വാക്ക് ആളുകൾക്ക് ഇങ്ങനെ ഒരു സംഭവമുണ്ട്. മറ്റേത് നമുക്കൊക്കെ അറിയാവുന്ന ചായക്കടയിലെ പറ്റ് ബുക്കാണ്. അത് നമ്മൾ ചായ കുടിച്ചിട്ട് രാവിലെ ഒരു പൊട്ട് 2 ചായ, അപ്പൊ അവിടെ എഴുതി വെക്കും 1-ാം തീയതി ക്ലോസ് ചെയ്യും. മാസപ്പടി എന്നും പറഞ്ഞ് ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയക്കാർക്കും ഒക്കെ കൊടുക്കുന്ന പറ്റ് ബുക്ക് ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലായി. പിന്നീട് ഇത്രയും വർഷം നമ്മൾ ഈ മാസപ്പടി എന്നുള്ള ഒരു ഡയറി കേട്ടിട്ടേ ഇല്ല. CBI ഡയറി കുറിപ്പൊക്കെ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഡയറി ഇപ്പോൾ കേൾക്കാൻ തുടങ്ങി. കരിമണൽ കർത്തായുടെ മാസപ്പടി എന്താണ് അവിടെ കണ്ടെത്തിയത്? CMRL എന്ന് പറയുന്ന കമ്പനിക്ക് എക്സാലോജിക് സൊല്യൂഷൻസ് കൊടുത്ത സേവനത്തിന് മാസം തോറും പണം കൊടുക്കുന്നു. കമ്പനിക്ക് 5 ലക്ഷം രൂപ മാസം. വീണ വിജയൻ എന്ന വ്യക്തിക്ക് 3 ലക്ഷം രൂപ. ഒരു മാസം 8 ലക്ഷം രൂപ കൊടുത്തു. അപ്പൊ ഈ എക്സാലോജിക് എന്ന് പറയുമ്പോൾ ഒരു വലിയ കമ്പനിയാന്നൊക്കെ ചിന്തിക്കുന്ന പല കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ഉണ്ട്. 1 മാൻ ഷോയാണ്. നമ്മുടെ ചില ചായക്കടയിലുണ്ട്, ചായ അടിക്കുന്നതും കൗണ്ടറിൽ ഇരിക്കുന്നതും ക്ലീൻ ചെയ്യുന്നതും എല്ലാം ഒറ്റ ഒരാളാണ്. അതുപോലത്തെ ഒരു ഒറ്റയാൾ ചായക്കട പോലത്തെ കമ്പനിയാണ് ഈ എക്സാലോജി. അതിനെ OPC എന്നാ പറയുന്ന 1 പേഴ്സൺ കമ്പനി. OPC. അപ്പോൾ OPC എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വേറെ വല്ല പച്ച മലയാളത്തിൽ ഒറ്റയാൾ കമ്പനി. അതിൻ്റെ ഒറ്റ ഡയറക്ടർ ബോർഡേ ഉള്ളൂ, അദ്ദേഹമാണ്. ആ കമ്പനിയുടെ നോമിനി ആരാണെന്ന് അറിയണ്ടേ? കമല വിജയൻ, ഭാര്യ. കമ്പനി രജിസ്റ്റർ ചെയ്യാൻ കൊടുത്തിരിക്കുന്ന അഡ്രസ് അറിയണ്ടേ? വീണ തൈക്കണ്ടി, വീണ ടി, വീട്ടുപേരാണ് തൈക്കണ്ടി. ഡോട്ടർ ഓഫ് പിണറായി വിജയൻ, കെയർ ഓഫ് AKG സെന്റർ, കുന്നുകുഴി, പാളയം, തിരുവനന്തപുരം. അപ്പം വീണ വിജയന് കമ്പനി രജിസ്റ്റർ ചെയ്യാൻ കൊടുത്തിരിക്കുന്ന അഡ്രസ് AKG സെന്റർ എന്ന പാർട്ടി ഓഫീസാണ്. വീണ വിജയൻ പാർട്ടി അംഗമാണോ? ഒരിക്കലും അല്ല. ബിനീഷ് കോടിയേരിയൊക്കെ അംഗമായിരുന്നു. വിവേക് കിരണും ഈ വീണ തായ്ക്കണ്ടിയും ഒന്നും പാർട്ടി മെമ്പർഷിപ്പ് ഉള്ളവരല്ല. അപ്പൊ അവിടെ ഞാൻ ഒന്നും കൂടി ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കണമല്ലോ. വീണ വിജയൻ ബിടെക് എടുത്തത് എങ്ങനെയാണെന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. ബെർലിൻ കുഞ്ഞനന്ദൻ എന്ന് പറയുന്ന CPM-ന്റെ ഒരു വലിയ നേതാവ് പിന്നീട് മരണപ്പെട്ടു പോയി. CPM-ആയിട്ട് തെറ്റിപ്പിരിഞ്ഞു. അദ്ദേഹം എഴുതിയിട്ടുണ്ട്, സ്വാശ്രയ കോളേജിനെതിരെ ഏറ്റവും വലിയ സമരം ചെയ്ത് കൂത്തുപറമ്പിൽ 5 പേരെ രക്തസാക്ഷിയാക്കി
പുഷ്പനെ അറിയാമോ എന്ന പാട്ടിൽ എത്രയോ വർഷം കിടന്ന് പുഷ്പൻ മരിച്ചും പോയി. സ്വാശ്രയ കോളേജിനെതിരെയുള്ള സമരമായിരുന്നു. സ്വാശ്രയ കോളേജായി അമൃതാനന്ദമയിക്ക് കോയമ്പത്തൂരിൽ കിട്ടിയ കോളേജിലാണ് വീണ വിജയൻ ബിടെക്കിന് അഡ്മിഷൻ കിട്ടിയത്. അത് പിന്നെ ഇതാണ് അവരുടെ ഔദാര്യത്തിൽ കിട്ടിയതാണ്. അവിടെ ഒരു എൻട്രൻസ് എക്സാം ഉണ്ടായിരുന്നു. ആ എൻട്രൻസ് എക്സാം എഴുതണമെന്ന് പറഞ്ഞപ്പോൾ എൻട്രൻസ് എക്സാം എഴുതിയാൽ കിട്ടില്ല എന്നുള്ളത് കൊണ്ട് അതുപോലും ഒഴിവാക്കി കൊടുത്തു. എങ്ങനെയുണ്ട് കമ്മ്യൂണിസം? സൂപ്പർ ആയിട്ടുണ്ട്. പറയുന്നതൊന്ന് ചെയ്യുന്നത് വേറൊന്ന്. അങ്ങനെയാണ് ബിടെക് കിട്ടിയത്. അത് പോകട്ടെ. കമ്പ്യൂട്ടറിനെ ഏറ്റവും അധികം എതിർത്ത പാർട്ടിയാണ് അത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ സർവീസിൽ വരുമ്പോൾ ഞാൻ ആദ്യം കേൾക്കുന്ന ഒരു പ്രസംഗം, ഒരു സഖാവിന്റെ പ്രസംഗം. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ രാജീവ് ഗാന്ധിയുടെ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ എങ്ങാനും പോയി നിന്നാൽ സഹോദരിമാരെ ഭാവിയിൽ നിങ്ങൾ പ്രസവിക്കില്ല. റേഡിയേഷൻ. ആ പ്രസംഗിച്ച നേതാവ് 3 കൊല്ലം കഴിഞ്ഞപ്പോൾ ദേവി ക്ലിനിക്കിന്റെ മുമ്പിൽ നിൽക്കുന്നു. ഞാൻ ചോദിച്ചു, എന്താണ് സാർ? വൈഫിനെ ഒന്ന് സ്കാൻ ചെയ്യാൻ കൊണ്ടുവന്നത്. ഇതാണ് CPM-ന്റെ കമ്പ്യൂട്ടർ വിരുദ്ധ സമരം. അപ്പോൾ ആ പാർട്ടിയുടെ മുഖ്യമന്ത്രിയുടെ മകൾ തുടങ്ങിയ കമ്പനി ഏതാ? കമ്പ്യൂട്ടർ കമ്പനി. അത് നമ്മുടെ മലയാളികളുടെ ഖജനാവിലെ കോടികൾ ചെലവാക്കി ഇദ്ദേഹവും ഭാര്യയും ഈ മകളുടെ മകനും കൂടി വിദേശയാത്രയ്ക്ക് പോയത് നിക്ഷേപകരെ കേരളത്തിലേക്ക് കൊണ്ടുവരാനാണ്. ആ പോയ മുഖ്യമന്ത്രിയുടെ മകൾ വ്യവസായം തുടങ്ങിയത് കേരളത്തിലല്ല, കർണാടകയിൽ. അങ്ങനെ കേരളത്തിലേക്ക് നിക്ഷേപം കൊണ്ടുവരാനാണെങ്കിൽ ഈ കമ്പനി എവിടെ തുടങ്ങണമായിരുന്നു? കേരളത്തിൽ. കമ്മ്യൂണിസ്റ്റുകാർ, നമ്മളെ കേൾക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഇതൊക്കെ ആലോചിക്കണം. ഇതൊക്കെയാണോ കമ്മ്യൂണിസം എന്നുള്ളത്? ഒന്നുകിൽ നിങ്ങൾ അതൊന്നും പറയാതിരുന്നിട്ട് ഇതൊക്കെ ചെയ്യുക. പറയുമെങ്കിൽ പറഞ്ഞതിന് വിരുദ്ധമായി ചെയ്യാതിരിക്കുക. വിരുദ്ധമായി ചെയ്യേണ്ടി വരുമെങ്കിൽ പറയാതിരിക്കുക. പക്ഷേ ഇത് രണ്ടുമാണ് ഇവിടെ ചെയ്തത്. അപ്പം ഞാൻ ആ കമ്പനി തുടങ്ങിയതിൻ്റെ ഒരു പശ്ചാത്തലവും ഇത്രയും വേറെ ഒരു ഹിസ്റ്ററി ഉണ്ട്. ആ ഹിസ്റ്ററി ഉള്ള ഒരാളാണ് ഇപ്പോഴത്തെ പുതിയ ഹിസ്റ്ററിയിലേക്ക് വരുന്നതെന്ന്. ഇപ്പം നമ്മൾ ഒരാളെ കുറിച്ച് പോലീസുകാർ തന്നെ ഒരു അന്വേഷണം നടത്തുമ്പോൾ ഈ ആളിൻ്റെ പഴയ ഒരു ഹിസ്റ്ററി തിരക്കും. അപ്പം ചിലർ പറയും പെർഫെക്റ്റ്, ഇന്ന് വരെ ഒരു കേസിലും പെടാത്ത ഒരാളാണ്. ആ ആളിനെ ആ ഒരു ആംഗിളിലെ ആദ്യം കാണും. മറിച്ച് മഹാകുഴപ്പക്കാരൻ ഈ പർട്ടിക്കുലർ കേസിൽ അയാൾ ഒന്നും ചെയ്തു കാണത്തില്ല. പക്ഷെ അയാൾ എന്തു പറയും? ഇന്നാരാണോ അയാൾ തന്നെ ആയിരിക്കും. അതുപോലെ ഇത്തരം കാര്യങ്ങളിലൂടെയൊക്കെയാണ് ഈ കമ്പനി തുടങ്ങിയത് എന്നുള്ളത് വരുമ്പോൾ തന്നെ ബാക്കി കാര്യങ്ങളും ചെയ്യുന്നതിന് അവർക്ക് മടിയില്ല. കാരണം എതിർത്ത കാര്യങ്ങളെ എല്ലാം സ്വീകരിക്കാൻ ഒരു ഉളുപ്പമില്ലാതിരുന്നവർക്ക് ഈ മുതലാളിമാരുടെ നിന്ന് പണം വാങ്ങുന്നതിന് എന്താ കുഴപ്പം? ഇനി അവിടെ ഒരു ചോദ്യം, എന്ത് സേവനം കൊടുത്തിട്ടാണ് ഈ പണം കിട്ടുന്നത്? അപ്പം നമുക്കറിയാം, ഏത് സേവനത്തിനാണെങ്കിലും ഒരു കോൺട്രാക്റ്റ് ഉണ്ട്. ഒരു ചെറിയ ജോലിക്കാണെങ്കിലും കോൺട്രാക്റ്റ് ഉണ്ട്. ഇത്ര ദിവസം ഇത്ര മണിക്കൂർ ഇന്ന സേവനം തരണം, അത് വൈകിയാൽ ഇത്ര രൂപ ഡെമറേജ് എന്നൊക്കെ പറയും. ഈ കരിമണൽ കർത്തായുടെ CMRL-ലും ഈ എക്സാലോജിക്കുമായിട്ടുള്ള ആ കോൺട്രാക്റ്റ് ഒന്ന് പൊതുസമൂഹത്തിൽ ഒന്ന് കാണിക്കുക. നിങ്ങൾ കൊടുത്ത് അത് ചോദിച്ചപ്പോൾ CPM-ന്റെ ചിലർ ചാനൽ ചർച്ച പറഞ്ഞ് എന്താണെന്നറിയാം? MS ഓഫീസ്, ടാലി, എക്സൽ ഇതെല്ലാം ഫ്രീ ആയിട്ട് ആർക്കും ഉപയോഗിക്കാവുന്ന പ്ലാറ്റ്ഫോമുകളാണ് അല്ലേ? ഇതിനാണോ 8 ലക്ഷം രൂപ കൊടുക്കുന്നത്? അപ്പൊ കേരളത്തിലെ ജനങ്ങൾ അത്ര മണ്ടന്മാരാണോ? CPM-ന്റെ അണികൾ ചിലപ്പോൾ മറുചോദ്യം ചോദിക്കില്ല. മറ്റേ സന്ദേശത്തിൽ പറഞ്ഞാണ്, ഉത്തമ നീ സ്റ്റഡി ക്ലാസ്സിൽ വരാത്തത് കൊണ്ടാണ് ഒന്നും മനസ്സിലാകാത്തത് എന്ന് പറയുന്ന പോലെ പറഞ്ഞിരുത്തായിരിക്കും. പക്ഷെ കേരളത്തിലെ ഈ പ്രത്യേകിച്ച് ഈ കോക്രോച്ച് ടൈപ്പ് സമൂഹത്തിനോടൊക്കെ ഇത് പറഞ്ഞ് ജയിക്കാൻ പറ്റുമോ? അപ്പോൾ ഇനി ED അന്വേഷണത്തിന് വന്നു. ED അന്വേഷണത്തിന് വീണ തായ്ക്കണ്ടിയെ വിളിച്ചപ്പോൾ ആദ്യം പോയില്ലെന്ന് തോന്നുന്നു, പിന്നീട് പോയി. അത് കഴിഞ്ഞ് മെയ് 27-ന് ഈ ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിൽ റെയ്ഡിന് വന്നു. അവിടെ നമ്മൾ നടന്നത് മുഴുവൻ കണ്ടു. ഒരു ED എന്ന് പറയുന്ന ഒരു അന്വേഷണ സംഘം അന്വേഷണത്തിന് വരുമ്പോൾ മടിയിൽ കനമില്ലെങ്കിലും പേടിക്കാൻ ഉപ്പ് തിന്നിട്ടില്ലെങ്കിലും വാ എന്ന് പറഞ്ഞ് വിളിച്ചിരുത്തി എല്ലാം കഴിഞ്ഞ് ഒരു ചായയൊക്കെ കുടിച്ച് കൈ കൊടുത്ത് വേണ്ടേ പിരിയാൻ. അവിടെ സംഭവിച്ച എന്തൊക്കെയാ? ആ വാടക കാറുകാരൻ്റെ കാറ് അടിച്ച് നശിപ്പിച്ച് കളഞ്ഞു. എന്തൊക്കെ അക്രമങ്ങൾ അവിടെ നടത്തി. അപ്പോൾ അതെന്തുകൊണ്ടാ? അപ്പം ഞാൻ തന്നെ ഒരു പലപ്പോഴും ഉദാഹരണം പറയുന്നത്, ഒരു ബസ്സിൽ പോക്കറ്റ് അടിച്ചു. അപ്പോൾ എല്ലാവരും പറഞ്ഞു വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോട്ടെ. അപ്പോൾ ഒരാൾ പറയാ പോവരുതേ, അയാൾ തപ്പിയാ പോരെ, ബാക്കി ആരെയും തപ്പണ്ടല്ലോ.
ഇവിടെ ഒരു വീട്ടിൽ അന്വേഷണത്തിന് വരുന്നു, എല്ലാരും കൂടെ പറയാം അവിടോട്ട് കയറരുതെന്ന്. വേറെ എങ്ങും പോകണ്ട, അവിടെ തന്നെ തപ്പിയാ പോരെ. അവര് തന്നെ സമ്മതിക്കുകയല്ലേ കുഴപ്പമാണെന്ന്. എന്തായാലും അന്ന് അവിടുന്ന് ലാപ്ടോപ്പും ഡയറികളും ഒക്കെ കിട്ടി. അവിടുന്ന് കിട്ടിയ ഒരു ഡയറി അവിടെയും നോക്കണം, ചുവന്ന ഡയറി. ആ ചുവപ്പിനോടുള്ള ആ അന്ധമായ, ഇന്നലെ അത് നമ്മൾ ചുവന്ന ഡയറി എന്ന് തന്നെയാണ് പറയുന്നത്. ആ ചുവന്ന ഡയറിക്കകത്ത് നിന്ന് കിട്ടിയ പേരുകളാണ് ഈ ഇപ്പൊ ഇന്നലെ തൊട്ട് നമ്മൾ കേൾക്കുന്നത് നിഖില്, നന്ദുലാല്, ഇതെല്ലാം റിയാസിന്റെ കൂട്ടുകാരാണ്. അപ്പോ ഇതിലെ നന്ദുലാൽ എന്ന് പറയുന്ന ആള് കോഴിക്കോട്ടെ ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. ടൂറിസം മന്ത്രി ആരാ അന്ന്? ഇദ്ദേഹമാണ്, റിയാസ്. ടൂറിസം മന്ത്രിയായിരുന്നു, TWD ടൂറിസം മന്ത്രി. ആ ടൂറിസം മന്ത്രി സ്വന്തം കൂട്ടുകാരന് DTPCയുടെ ഈ കൊടുത്തിരിക്കുന്നു. അപ്പൊ തന്നെ ഒരു പിടി കിട്ടിയില്ലേ? ആ പേര് വീണ വിജയന്റെ ഡയറിയിൽ വരുന്നു. ഇന്നിപ്പോൾ നമ്മൾ കേട്ടത് ശരിയാണെങ്കിൽ ഈ നന്ദുലാലിന്റെ പേരിൽ സിം എടുത്തു. അത് ഈ ഇവരുടെ രണ്ടുപേരുടെയും പേര് ഇന്റർനെറ്റ് കോൾ ചെയ്യാൻ എന്തിനാണ് ഈ ഒരാളിന്റെ പേരിൽ? എന്നിട്ട് ഞങ്ങൾ പഴയ പരിചയക്കാരാണ്, പരിചയക്കാരുടെ പരിചയക്കാരന്റെ വീട്ടിൽ പരിശോധിക്കുന്നതിന് എന്താ? അത് സമ്മതിച്ചാൽ പോരെ. അപ്പോൾ ED കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ EDക്കെന്നല്ല ആർക്കും പറ്റൂ, വെറുതെ കയറി പണ്ടത്തെ പോലെ ഒന്നും ആരെയും പിടിച്ച് അങ്ങനെ ഒന്നും ചെയ്യാനൊന്നും ഒക്കുകയില്ല. അപ്പോൾ ഈ മാസപ്പടി വാങ്ങിയിട്ടുണ്ട്. അറിഞ്ഞോ അറിയാതെയോ AK ബാലൻ എന്ന മുൻ മന്ത്രിയുടെ ഒരു ബൈറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്, എല്ലാവരും വിനീതയും കണ്ടിട്ടുണ്ടാകും. അദ്ദേഹം പറഞ്ഞ വാചകം ഇങ്ങനെയാണ്: കരിമണൽ കർത്തായിക്ക് ഖനനം ചെയ്യാൻ അനുമതി നൽകിയതിൻ്റെ പാരിതോഷികമായിട്ടാണ് ഈ രൂപ കിട്ടിയതെന്ന് അറിയാതങ്ങ് പറഞ്ഞു. അതിപ്പോഴും സോഷ്യൽ മീഡിയയിലുണ്ട്. അപ്പൊ അദ്ദേഹം തന്നെ പറയുകയാണ് കരിമണൽ ഖനനം നടത്താൻ അനുവാദം കൊടുത്തതിന് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ എന്ന് നമ്മൾ കേട്ടിട്ടില്ല. അപ്പോ ഈ വീട് പരിശോധിച്ചപ്പോൾ ഒരു കമ്പനിയല്ല, അത് ഭാര്യയ്ക്ക് 1,00,000 രൂപയാണ് ആ കമ്പനിയുടെ മൂലധനം. 1,00,000. അതെല്ലാം സൈറ്റിൽ കിടപ്പുണ്ട്. ഈ കമ്പനിയുടെ പെയ്ഡപ്പ് ക്യാപിറ്റൽ 1 lakh. ഈ 1,00,000 രൂപ മൂലധനമുള്ള കമ്പനി 2022 സെപ്റ്റംബർ 19 കണ്ടത് അടച്ചു പൂട്ടി വിവാദമായപ്പോൾ. അതിന് ഒരു ഈടുമില്ലാതെ എത്രയോ കോടി രൂപ ധനലക്ഷ്മി ബാങ്ക് ഉൾപ്പെടെയുള്ള ബാങ്കുകൾ ലോൺ കൊടുത്തിരിക്കും. എല്ലാം കെയർ ഓഫ് അഡ്രസ് മുഖ്യമന്ത്രിയുടെ മകൾ ആയതുകൊണ്ട് കൊടുത്തിരിക്കുകയാണ്. കരിമണൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് 2,78,00,000 രൂപയാണ്. 3 കോടി രൂപയ്ക്ക് അടുത്ത രൂപയാണ്. 1,00,000 രൂപ മുടക്കുമുതലുള്ള ഒരു കമ്പനിക്ക് ഇത്രയും കോടി രൂപ കിട്ടണമെങ്കിൽ ഇതെന്തിന് കിട്ടി, എന്തുകൊണ്ട് കിട്ടി? ഇപ്പം നമ്മൾ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ സെയിൽ ടാക്സിന്റെ ചെക്ക് പോസ്റ്റിന്റെ അടുത്ത് ഒരു പെട്ടിക്കട കാണും, മുറുക്കാൻകട, നാരങ്ങ വെള്ളക്കട. അവിടെ വൈകിട്ട് അതിലെ പെട്ടിയിലെ പണം എണ്ണുമ്പോൾ 2 ലക്ഷം 3 ലക്ഷം രൂപ കാണും. ഈ മുറുക്കാൻകടയില് എങ്ങനെയാണെന്നറിയാമല്ലോ. ഇവിടെ പോസ്റ്റ് പൊക്കി കൊടുക്കുന്നതിന്റെ രൂപ ഇവിടെ അല്ല വാങ്ങുന്നത്, അവിടെ പണം ഇവിടത്തേക്കുള്ളതാണ്, സൂക്ഷിപ്പുകാരനാണ് അവിടെ. അതുപോലെയാണ് കരിമണൽ ഖനനം കൊടുത്തതിന്, പോസ്റ്റ് പൊക്കി കൊടുത്തതിന് മാസം തോറും പണം കിട്ടുന്ന പെട്ടിക്കടയാണ് എക്സാലോജിക്. ഈ അന്വേഷണം ഈ സുഹൃത്തുക്കൾ ഇപ്പം നന്ദുലാൽ ഇത്രയും വെളിപ്പെടുത്തിയുള്ളൂ, ഇനി പലതും വെളിപ്പെടുത്തും. ഇത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്താ സംശയം? പിന്നെ ആ EDയെ ആക്രമിക്കാൻ വന്നവരെ പോയി എന്തിനാ? അവരെ ഉദ്യോഗസ്ഥർ അവരുടെ ജോലി ചെയ്തതല്ലേ, എന്നിട്ട് ജാമ്യവും കിട്ടാതെ. അപ്പോൾ പാർട്ടി എന്തിന് ഇതിനെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. അത് അവരുടെ കുടുംബ പ്രശ്നമാണ്. ഒരു കാര്യം കൂടി പറയാം, ഇദ്ദേഹത്തിൽ മാത്രം, വീണ തൈക്കണ്ടിയിൽ മാത്രം ഇത് ഒതുങ്ങുന്നില്ല. മകൻ വിവേക് കിരണിന്റെ പേരിൽ മകനുമുണ്ട്. ഇത് ഈ വിഷയത്തിലല്ല, ഒരു കേസ് വന്നു, ഒരു EDയുടെ ഒരു നോട്ടീസ് വന്നു. ക്ലിഫ് ഹൗസിൽ കൈപ്പറ്റിയില്ല, പിന്നീട് ഒരിടപാടുമില്ല. സാധാരണ ഒരു തവണ വിളിച്ച് വന്നില്ലെങ്കിൽ രണ്ടാമത് വിളിക്കും, രണ്ടാമതും വിളിച്ച് വന്നില്ലെങ്കിൽ അറസ്റ്റൊക്കെ ഉണ്ടാവും. പക്ഷേ ഒന്നും ഉണ്ടായില്ല. തോമസ് ഐസക്കിനെ ED വിളിച്ചു, പോയില്ല. എന്തെങ്കിലും സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ എന്തൊക്കെയോ പരിരക്ഷ എവിടുന്നോ ഒക്കെ ഇദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് എന്നുള്ള ഒരാക്ഷേപവുമുണ്ട്. ഇവിടുത്തെ ഭരണവും ഇങ്ങനെ കിട്ടുന്ന പരിരക്ഷയും പാർട്ടി സംരക്ഷിക്കുമെന്നുള്ള അമിത വിശ്വാസത്തിലായിരിക്കാം ഇതൊക്കെ ചെയ്തത്. ചെയ്തു എന്ന് നമ്മൾ പറയുന്നില്ല, ചെയ്തു എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു.
അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കണ്ടെത്തുമെങ്കിൽ ശിക്ഷ അനുഭവിക്കണം. ആ സമയത്ത് പാർട്ടി രാഷ്ട്രീയ പ്രേരിതമാണെന്നൊന്നും പറഞ്ഞാൽ ആരും അംഗീകരിക്കില്ല. അങ്ങനെ ഒരു സംസ്കാരം കേരളത്തിനില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണ്ടി വരും. ചെയ്തിട്ടില്ലെങ്കിൽ ധൈര്യപൂർവം ഈ കേസുമായി സഹകരിച്ച് മുന്നോട്ട് പോകട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.